ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു ഫുഡ് കഴിക്കാൻ പോകുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഞാനും ജോമിയും കൂടെ ഒരു ഈവനിങ് ഇങ്ങനെ വെറുതെ ഇരുന്ന ലൈഫ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിൽ പോകുന്ന പ്ലാൻ ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി എടുത്ത് നേരെ വിട്ടു ദി കൊക്കൂൺ കഫേയിലോട്ട്. ഈ കഫേയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ ആംബിയൻസ് ആണ്. കഫേ വരുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ഹൈവേയുടെ റൈറ്റ് സൈഡിലാണ് കഫേ വരുന്നത്. വെളിയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, നല്ല ലൈറ്റ്സ്, വാം കളർ ലൈറ്റ്സും LED എല്ലാം കൊടുത്തൊരു ആംബിയൻസ് ആട്ടോ ഫ്രണ്ട്സ് അവരോട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ നടത്താനോ ഒരു ഗെറ്റ് ടുഗദർ നടത്താനോ ഈവൻ കപ്പിൾസായിട്ട് പോയി കഴിക്കാനോ എല്ലാവരും അടിപൊളി വൈബ്. ജൂമി എടുത്ത് ഊഞ്ഞാലെല്ലാം കണ്ടപ്പോൾ തന്നെ കയറിയെന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഔട്ട്ഡോർ സെറ്റിംഗ് എല്ലാം അവർ വളരെ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അവർ ഇൻറ്റീരിയർ വർക്ക്സ് തന്നെയാണ്. വാം കളർ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് നമുക്ക് ഫുഡ് വളരെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് മ്യൂസിക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാർട്ടർ എത്തി. നമ്മുടെ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞ് ചിക്കൻ നഗറ്റ്സാണ് അവരുടെ സ്പെഷ്യലായിട്ടൊരു ചിക്കൻ നഗറ്റ്സ്. നല്ല ക്രിസ്പിയും നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ നഗറ്റ്സ്. ജോമി എൻജോയ് ചെയ്ത് കഴിക്കുന്ന സീൻ നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചിക്കൻ നഗറ്റ്സ്. നല്ല ക്രിസ്പിയാണ് സാധനം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസർ സലാഡാണ്. ഒരു വെറൈറ്റി ഫീൽ. നമ്മളിപ്പോഴും കഴിക്കുന്ന നോർമൽ ഫുഡ് പോലല്ല, നല്ല ഒരു സോസും അതുപോലെ തന്നെ നല്ല മധുരവും ഉപ്പും പുളിയും എല്ലാം ഒരു ഫ്ലേവറും കൂടെ മിക്സായിട്ട്. പക്ഷേ അതിൽ എടുത്ത് നിൽക്കുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് മധുരം തന്നെയാണ്. ഞാനും ജോമി വളരെ എൻജോയ് ചെയ്ത സാധനം. ചിക്കനൊക്കെ നല്ലൊരു ഫീലുണ്ട് അതിൽ. ഞാനും ആസ്വദിച്ച് കഴിക്കുക. ജോമിയോട് ഇങ്ങനെ ഓരോ ഡയലോഗൊക്കെ പറയാനുണ്ട് അവിടെ നിന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അതിൽ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ വേറെ സാധനം എന്ന് പറയുന്നത് ചിക്കൻ സൂപ്പാണ്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. അതും അടിപൊളിയാണ്. ഇതിലിച്ചിരി സ്പൈസി ആയിട്ട് കുറച്ച് സ്പൈസി കൂടുതലാണെന്ന് തോന്നി എനിക്ക്. പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് അതിന്. നല്ലൊരു ചിക്കൻ്റെ നല്ല ഫ്ലേവർ, നല്ല സൂപ്പാണ്. നല്ല തിക്ക് ഗ്രേവി, തിക്കായിട്ടുള്ള അടിപൊളി സൂപ്പ്. നല്ല ചൂടോടുകൂടി കുടിക്കാൻ. ഇച്ചിരി സ്പൈസ് കൂടുതലാണെന്നുള്ള വിചാരിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും നല്ല ആസ്വദിച്ച് സൂപ്പ് രണ്ടുപേരും കുടിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ വേറെ ഫുഡ് എന്ന് പറഞ്ഞാൽ പാസ്തയാണ്. അതും അടിപൊളിയാണ്. എനിക്കത്ര പാസ്ത ഇഷ്ടമുള്ള ആളല്ല. ജോമിയാണ് പാസ്തയുടെ മെയിൻ ആൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെരി അൽഫാമാണ് പറഞ്ഞത്. അടിപൊളി ഒരു പെരിഫെരി അൽഫാം, നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി പെരിഫെരി അൽഫാമാണ് ഞാൻ പറഞ്ഞത്. ജോമി എൻ്റെ പെരിഫെരി അൽഫാം തന്നെ ജോമി പാസ്ത എന്ന് കഴിക്കണം. എന്നോട് കഴിക്കുന്നില്ല. ഞാനും ടേസ്റ്റ് ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റാണ്. ജോമി വളരെ എൻജോയ് ചെയ്ത് പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ആ ബണ്ണിനൊക്കെ നല്ലൊരു ടേസ്റ്റ്, നല്ല ചീസ് നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചീസിൻ്റെ ഫ്ലേവറും നല്ല അടിപൊളി ഒരു ഫുഡാണത്. ഞാൻ നമ്മുടെ പെരിഫെരി അൽഫാം നല്ല കുബൂസും മയോണൈസ് എല്ലാം കൂടെ ചേർത്ത് മുക്കി അടിക്കുന്ന സീൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കേട്ടോ സാധനം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടത്. വളരെ നല്ല അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടല്ലേ. ഞാൻ കുറച്ച് ഇൻറ്റീരിയർ ഫോട്ടോസൊക്കെയാണ്. ഇത് അടിപൊളിയായിട്ട് അവർ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ജിഞ്ചർ സോഡ ലൈം പറഞ്ഞു ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം. അതും അടിപൊളി. അതും നമ്മൾ ആസ്വദിച്ച് കുടിക്കും. ജോമി കുറച്ച് ബുക്സൊക്കെ വായിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന സീനാണ്. പക്ഷെ നല്ല ജോമി അത്യാവശ്യം വായിക്കുന്ന കൂടുതലാണ്. നല്ല ബുക്ക് കളക്ഷനൊക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ 1-2 മണിക്കൂർ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനാണല്ലോ നല്ല അവളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു അടിപൊളി എക്സ്പീരിയൻസ് എല്ലാവരും ട്രൈ